ഞാൻ മുസൽമാനാണ്, ഇതെന്റെ സംസ്കാരമല്ല, ബോംബ് കൾച്ചർ എന്റെ സംസ്കാരമല്ല. വളരെ വ്യക്തമായി ഞാൻ അയാളോട് പറഞ്ഞു, തീയിൽ ഒരു എറുമ്പിനെ പോലും കരിച്ചു കൊല്ലരുതെന്ന് പഠിപ്പിക്കുന്ന, തീ കൊണ്ടൊരു എറുമ്പിനെ പോലും കരിച്ചു കൊല്ലരുതെന്ന് പഠിപ്പിക്കുന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയാ ഞാൻ. എനിക്കൊരിക്കലും മനുഷ്യരെ കരിച്ചു കൊല്ലുന്ന, പച്ച മനുഷ്യരെ കരിച്ചു കൊല്ലുന്ന സംസ്കാരത്തോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ട് പറയുകയാ, നിങ്ങളൊരു അനീതിയുടെ വക്താവാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ ഈ കേസ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ ഈ കേസ് നടത്തുന്നതിനേക്കാൾ ഉത്തമമായി ഞാൻ കാണുന്നത് ശിക്ഷയേറ്റു വാങ്ങിയിട്ട് തക്ബീർനാദം മുഴക്കിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്നു പോകലാണ് എനിക്ക് അഭികാമ്യം എന്ന് ഞാൻ അയാളോട് പറയുകയുണ്ടായി. ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് അതാണ്, ബോംബ് കൾച്ചർ ഇസ്ലാമിന്റെ ഭാഗമല്ല, ബോംബ് കൾച്ചർ ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ആരും ഏത് അവിവേകത്തിന്റെ പേരിലായാലും ഒരിക്കലും ഒരു നിരപരാധി പോലും കൊല്ലപ്പെടുന്നതിനോട് ഇസ്ലാമിന് യോജിക്കാൻ കഴിയില്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് മാതൃക. അള്ളാഹുവിന്റെ പ്രവാചകൻ ഡിക്ലെയർഡ് വാറുകളിൽ, പ്രഖ്യാപിക്കപ്പെട്ട യുദ്ധങ്ങളിൽ, ആ യുദ്ധങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സഹാബാക്കളോട് പറയുമായിരുന്നില്ലേ, സ്ത്രീകൾ ആക്രമിക്കപ്പെടാതെ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടാതെ ശ്രദ്ധിക്കണം, സ്ത്രീകൾ അഭിമാന ഭംഗപ്പെടുത്തപ്പെടാതെ ശ്രദ്ധിക്കണം, സ്ത്രീകൾ അവരൊരു കാരണവശാലും അവർ വേദനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്, കുഞ്ഞുങ്ങൾ വേദനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മാത്രമല്ല, പക്ഷിപറവാദികളെ സൂക്ഷിക്കണമെന്ന്, വൃക്ഷലതാദികൾ അകാരണമായി വെട്ടിമുറിക്കരുതെന്ന് യുദ്ധത്തിന് പോകുന്ന സ്വഹാബാക്കളുടെ അടുക്കൽ വിളിച്ചു നിർത്തിക്കൊണ്ട് ഒരു വൃക്ഷം പോലും, ഒരു ചെടി പോലും അകാരണമായി വെട്ടിമുറിക്കരുത് എന്ന് പഠിപ്പിച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾക്കാർക്കും ഒരിക്കലും എവിടെയും ഒരു നിരപരാധിയെയും ബോംബ് വെച്ച് കൊല്ലാൻ കഴിയില്ല എന്നാണ് എന്റെ വളരെ പ്രഖ്യാപിതമായ നയം. ഇത് തന്നെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പ്രതിരോധം ആവശ്യമാണ്, തിരിച്ചടി ആവശ്യമാണ്. ഒരു കൗളിലടിക്കുമ്പോൾ മറുകൗള് കൂടി കാട്ടിക്കൊടുക്കണമെന്ന പ്രത്യയശാസ്ത്രത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. വളരെ വ്യക്തമായി പറയുകയാ, അടിവരയിട്ട് ഞാൻ പറയുകയാ, ഒറീസയുടെ തെരുവോരങ്ങളിൽ നൂറുകണക്കിന് പള്ളികൾ കത്തിക്കപ്പെടുമ്പോൾ, ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ, അതിന്റെ അനുരണനങ്ങൾ ഈ കേരള സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി തുടങ്ങിയപ്പോൾ അക്രമികളെ വിളിച്ച് മുന്നിലിരുത്തിക്കൊണ്ട്, അവരെയും കൂടെ ഇരുത്തിക്കൊണ്ട് സംവാദം നടത്തി നമ്മൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിരിയുന്ന കേരളത്തിലെ ക്രിസ്തീയ നേതൃത്വത്തിന്റെ ശാന്തപരമായ സമീപനത്തോട് ഒരു ഇഞ്ച് പോലും യോജിക്കാൻ കഴിയില്ല എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ ഈ പരിശുദ്ധമായ സദസ്സിൽ ഈ രാത്രിയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതിന് ഷണ്ടത്വമെന്നാ പറയുന്നത്. അതിന്റെ പേര് ഷണ്ടത്വമെന്നാണെന്നാണ് എന്റെ അഭിപ്രായം. അതൊരിക്കലും ആണത്തമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഗുജറാത്ത് കത്തിയെരിഞ്ഞപ്പോൾ ക്രിസ്തീയ നേതൃത്വം നിസ്സംഗത പാലിച്ചു. ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടിത്തകർത്ത് തരിപ്പണമാക്കപ്പെട്ടപ്പോൾ ക്രിസ്തീയ നേതൃത്വം വളരെ ബുദ്ധിപൂർവമായ മൗനം പാലിച്ചു. അവസാനം ഇപ്പോൾ ക്രിസ്തീയ നേതൃത്വത്തിന് അതിശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട, ആ സമൂഹത്തിലെ പാവപ്പെട്ട നിരപരാധികളായ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പട്ടാപ്പകൽ നടു റോഡിലിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുകയും കത്തിയരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതിഷേധത്തിന്റെ ചെറുവിരൽ പോലും അനക്കാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നിലനിൽപ്പിന് വേണ്ടി റാം കുനിയാൻ പറയുമ്പോൾ മൂക്കുകൊണ്ട് റാവരയ്ക്കുന്ന ഷണ്ടത്വം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന കാര്യമല്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ആ കാര്യം അങ്ങനെ തന്നെയാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിരപരാധികൾ ആക്രമിക്കപ്പെടുന്നതിനോട്, അത് ചെയ്യുന്നത് ഫാസിസ്റ്റ് ശക്തികളായാലും ഛിദ്രശക്തികളായാലും, നിരപരാധികൾ ആക്രമിക്കപ്പെടുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഒരു നിരപരാധിയെ കൊല്ലുന്നവൻ മാനവ കുലത്തമൊത്തവും കൊന്നവനെ പോലെയാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരപരാധികൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. ഇത് രണ്ട് ഭാഗത്തും ഉണ്ടാവേണ്ട കാര്യമാണ്. കുഴപ്പം ചെയ്യുന്നതിന്റെ, കുറ്റം ചെയ്തതിന്റെ പേരിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. അതിന്റെ പേരിൽ ഇപ്പോൾ ഡൽഹിയിൽ പ്രശ്നമുണ്ടായി, ബോംബ് പൊട്ടി, ആരെയും പിടിക്കാൻ പറ്റുന്നില്ല, ആരെയും കിട്ടിയില്ല, ആകെ ഇങ്ങനെ പേരുദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഗവൺമെന്റിന്. ഇതൊക്കെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു തീരുമാനം അങ്ങെടുത്ത് നേരെ കയറി ജാമിയ നഗറിലേക്ക് നോമ്പുകാരായ ചെറുപ്പക്കാരെ പോയി വെടിവെച്ചു, കൊന്നു, പിടിച്ചു, കയ്യും കാലും കൂട്ടിക്കെട്ടി തലേക്കൂടെ മക്കായി മാമിടുന്ന ഷാൾ ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോയി. ഇതിലൊരൊറ്റയാൾ പോലും കുറ്റവാളിയല്ല എന്നാണ് സാഹചര്യ തെളിവുകൾ മൊത്തം വ്യക്തമാക്കുന്നത്. പത്രങ്ങൾ, കേരളത്തിലെയും ഇന്ത്യയിലെയും മർദ്ദിതപക്ഷത്ത് നിൽക്കുന്ന പത്രങ്ങൾ തെളിവ് സഹിതം പറയുന്നതും മനുഷ്യാവകാശ പ്രവർത്തകർ തെളിവ് സഹിതം പറയുന്നതും ഇതിലൊരാൾ പോലും കുറ്റവാളിയല്ല എന്നാണ്. ഇന്നൊരു പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു, ഈ ബോംബ് സ്ക്വാഡുകൾ, തീവ്രവാദ വിരുദ്ധ സേനകൾ ചെയ്യുന്ന കാര്യം. കൽക്കട്ടയിൽ ഒരു ബോംബ് പൊട്ടി 2-3 പേര് മരിച്ചപ്പോൾ